ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ CPM നേതൃത്വത്തിന് അടി പതറുകയാണ്. മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഉയരുന്നത്. പാർട്ടി സമ്മേളനം 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ പാർട്ടിയിൽ എന്തൊക്കെ ആകും സംഭവിക്കാൻ വരുന്നത്, കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നത്, കേരളത്തിലെ നേതാക്കൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ പാർട്ടി ഒരു പ്രഖ്യാപനം നടത്തും. പാർട്ടിയുടെ റിപ്പോർട്ടിംഗ് ഉണ്ടാകും. അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പുകഞ്ഞു തുടങ്ങി. മുഖ്യമന്ത്രിയുടെ ശൈലി മാറണം, മുഖ്യമന്ത്രിയുടെ രീതി ശരിയല്ല, ആഭ്യന്തര വകുപ്പ് അമ്പയെ പരാജയപ്പെട്ടതാണ്, അത് പറയാൻ ഒരു അൻവർ വരേണ്ടി വന്നു. അത് പാർട്ടിയുടെ ഗതികേടാണ്. പാർട്ടിയിലെ എല്ലാ ആളുകൾക്കും, പാർട്ടിയിലെ അംഗങ്ങൾക്കും നേതാക്കൾക്കും പിണറായിയെ പേടിയാണ്. പിണറായിക്കെതിരെ ആരും ഒന്നും പറയുന്നില്ല എന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ വിമർശനമുയരുന്നു. ഈ ബ്രാഞ്ച് ഏതാണെന്നറിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കൗതുകമുണ്ടാകും. പാലമേൽ ബ്രാഞ്ചാണ്, ആലപ്പുഴയിൽ. സജി ചെറിയാനെയും പി പ്രസാദിനെയും അടക്കം ആക്ഷേപിച്ചുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനം ഇന്നലെ കഴിഞ്ഞു പോയത്. ഈ ബ്രാഞ്ച് സമ്മേളനം എന്ന് പറയുമ്പോൾ സാധാരണ അണികൾ വരുന്ന തീരെ താഴെത്തട്ടിലുള്ള നേതാക്കളും അണികളും ചേരുന്ന യോഗമാണ്. ഇതിൽ നിന്ന് പിന്നെ ലോക്കൽ കമ്മിറ്റി യോഗം വരും, ലോക്കൽ സമ്മേളനം വരും, പിന്നെ ഏരിയ സമ്മേളനം, അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനം. ഈ ബ്രാഞ്ചുകളിൽ നിന്ന് പ്രതിനിധികളായി ലോക്കൽ സമ്മേളനത്തിലും ലോക്കൽ സമ്മേളന പ്രതിനിധികളായി ഏരിയ കമ്മിറ്റിയിലും ഒക്കെ വരുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ ഉന്നയിക്കും. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാം. ദിനപത്രം വായിക്കുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ TV കാണുന്ന ആളുകളാണല്ലോ. നാഴികയ്ക്ക് 40 വട്ടവും 24 അവേഴ്സും ഈ വിമർശനങ്ങളും ഇങ്ങനെ പുകമറയിൽ നിന്നുള്ള നേതാക്കളുടെ പ്രസംഗങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ AK ബാലൻ്റെ മുനവച്ച സഹായം എന്ന രീതിയിൽ AK ബാലൻ എപ്പോഴും പറയും ചില കാര്യങ്ങൾ. പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാനാണ് താൻ പറയുന്നത് എന്ന് പറയുമ്പോഴും AK ബാലൻ്റെ മോഹഭംഗത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. PV അൻവറും അതുപോലെ തന്നെ ഈ ബാക്കി ആളുകളും മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന, മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെക്കുന്നത്, മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും തകർക്കാനാണ് ഇവർ മുന്നോട്ട് വരുന്നത് എന്ന തരത്തിലാണ് AK ബാലൻ ഇന്നലെ പ്രതിരോധം സൃഷ്ടിച്ചത്. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിയെയോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയോ ആരും ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ പറയുന്നത് MR അജിത് കുമാർ, P ശശി എന്നിവർക്കെതിരെയാണ്. ഇവരെ ഈ കളങ്കിതരായ ആളുകളെ മാറ്റി നിർത്തിയാൽ സർക്കാരിന് കോട്ടം തട്ടുന്ന യാതൊരു സംഭവം സംഭവിച്ചിട്ടില്ല. എങ്കിലും AK ബാലൻ പറയുന്നു പിണറായിക്കെതിരെയും പിണറായിയുടെ കുടുംബത്തിനെതിരെയുമാണ് ഈ നീക്കങ്ങളെന്ന്. ഇതൊക്കെ പിണറായി വിജയനെയും കുടുംബത്തെയും ആക്രമിക്കുക എന്ന ഗൂഢലക്ഷ്യം CPMന് തന്നെ ഉണ്ട്, CPMൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അത് നീറിപ്പുകയുന്നുണ്ട് എന്നത് തന്നെയാണ് തെളിയിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അണികൾ പറയുന്നത് വളരെ വ്യക്തമാണ്. മുകേഷിനെതിരെ അതിശക്തമായ ആരോപണം വരുന്നുണ്ട്. മുകേഷ് പാർട്ടിയെ നാണം കെടുത്തി എന്ന തരത്തിൽ ആരോപണമുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ്, പോലീസ് സ്റ്റേഷനിൽ ആർക്കും ചെന്ന് കയറാൻ പറ്റുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കേട്ടാൽ അപ്പോഴേ അടിയെന്നാണ് പറയുന്നത്. ആ തരത്തിലാണ് പോലീസ് ഭരണം. പോലീസിന് RSS ബാന്ധവമാണ് കൂടുതൽ. കളങ്കിതരായ ആളുകളെ, P ശശി ഉൾപ്പെടെയുള്ള ആളുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു, MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു. ഇത് ശരിയല്ല. ഇതിനെതിരെ ശബ്ദിച്ച അൻവറാണ് യഥാർത്ഥ പോരാളി, അൻവറാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നാണ് പാലമേൽ ബ്രാഞ്ച് സമ്മേളനം പ്രഖ്യാപിച്ചത്. ആലോചിച്ച് നോക്കുക, പാർട്ടിയുടെ വേരറ്റ് വീഴുന്ന കാഴ്ച. ഇങ്ങനെ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി മാത്രം, ഇങ്ങനെ ഒരു പാർട്ടി തകർന്നടിയാൻ വേണ്ടി മാത്രം ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? PV അൻവറിൻ്റെ വിമർശനങ്ങൾ, അത് സത്യമാണോ അസത്യമാണോ എന്ന് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് വരെ കാക്കേണ്ടതുണ്ടോ? അണികളും ആളുകളും എല്ലാം പറയുന്നു MR അജിത് കുമാർ ഇവരെ കണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരാണ്. മുന്നണിയിലെ തന്നെ ആളുകൾ പറയുന്നു ഇത് ശരിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ മാറ്റിയിരുന്നുവെങ്കിൽ ഇത്തരം വിമർശനങ്ങൾ പാർട്ടിക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. അണികളെ ഇങ്ങനെ തുറന്നു പറയാൻ, അല്ലെങ്കിൽ വിമർശനത്തിന്, അണികളെ ഇത്തരത്തിലുള്ള വിമർശനത്തിന് പ്രേരിപ്പിക്കുകയും ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.